ഹലോ മക്കളെ, നിങ്ങളുടെ 6ാം ക്ലാസ് ഇംഗ്ലീഷ് എക്സാം ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറച്ച് ചോദിക്കുന്ന ഗ്രാമർ പോർഷൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ ഈ ഒറ്റൊരു വീഡിയോയിൽ പറഞ്ഞത് 10-15 മിനിറ്റ് എടുക്കുള്ളൂ. ഇൻക്ലൂഡിങ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. നോട്ട് ഞാൻ താഴെ PDF അല്ലെങ്കിൽ വാട്സാപ്പ് ലിങ്ക് ആയിട്ട് കൊടുക്കാം. അത് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. കാരണം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ ഗ്രാമർ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗ്രാമർ ചോദ്യങ്ങൾ വരിക. എല്ലാം എക്സാമിനും ഒരു ചോദ്യം വരാം, ഒരു എഡിറ്റ് ദ പാസേജ് അല്ലെങ്കിൽ തെറ്റുകൾ ശരിയാക്കാനുള്ള ചോദ്യം. പക്ഷെ അതിൽ എന്തൊക്കെ ടോപ്പിക്സ് ചോദിക്കാം? അതിൽ ടെൻസ്, പാസ്റ്റ് ടെൻസ് ആക്കുന്ന ചോദിക്കാം, ക്യാപിറ്റൽ ലെറ്റർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ചോദിക്കാം, സ്പെല്ലിംഗ് തെറ്റുകൾ തരാം, പ്രൊപ്പോസിഷൻസ്, ഓക്കെ, ഇന്ന്, ഓണ്, അതൊക്കെ തരാം, വേർഡ് ഓർഡറും തരാം. ഇതൊക്കെയാണ് പഠിക്കുന്നത്. എല്ലാം സിമ്പിളാണ്. ഞാൻ ഓരോരോ മിനിറ്റ് ഓരോന്ന് പഠിപ്പിച്ച് തന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. കണ്ടോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാ എക്സാമിനും വരുക. ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും വരും. അപ്പോൾ അത് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, പിന്നെ മക്കളെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇംഗ്ലീഷിലെ എല്ലാ സബ്ജക്ട്സിനും കൂടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്തോ. വേഗം തന്നെ സൂപ്പറായിട്ട് പഠിക്കാം. സോ സീ യു ദേർ. അപ്പോൾ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക്കാണ് ടെൻസ്. മക്കളെ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ അടിക്കണ്ട. ടെൻസ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് നടന്നത്. 3 ടെൻസ് ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ് ഐ ടേക്ക് ക്ലാസ്, അലൻ സാർ ടേക്സ് ക്ലാസ് എന്ന് പറയും. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നു. ഇപ്പോഴാവാം, ഈ സമയത്താവാം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളാവാം, അല്ലേ? അതിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയാം. ഓക്കെ, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പണ്ട് ഭയങ്കര ഫുട്ബോൾക്കാരനായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഐ പ്ലേഡ് ഫുട്ബോൾ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി പ്ലേ, ഞാൻ പറയണം ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഐ പ്ലേ ഫുട്ബോൾ, സിമ്പിൾ പ്രസൻറ്റ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഐ പ്ലേഡ് ഫുട്ബോൾ. ഒന്നെങ്കിൽ പറയാം സിമ്പിൾ പാസ്റ്റ് ആണ്, ഞാൻ കളിക്കാറുണ്ടായിരുന്നു, ഐ പ്ലേഡ് ഫുട്ബോൾ. അല്ല ഇന്നലെ രാത്രി കളിച്ചു എന്ന് പറയുകയാണെങ്കിൽ എന്താ? ഐ പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ നൈറ്റ് ആണോ? അല്ല, ഐ പ്ലേഡ്. അപ്പം പ്ലേ മാറിയിട്ട് ഉണ്ടോ, ആ പ്ലേ മാറിയിട്ട് പാസ്റ്റിലേക്ക് ആകുമ്പം പ്ലേഡ് ആവും. പിന്നെ ഫ്യൂച്ചർ, എന്താണ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ ഭാവിയിൽ കളിക്കാൻ പോകുന്നു. ഓക്കെ, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ നാളെ കളിക്കും. ഐ പ്ലേ ഫുട്ബോൾ ടുമോറോ അല്ല, ഐ വിൽ പ്ലേ. അത് നമുക്ക് പഠിക്കണ്ട. നമുക്ക് ഈ പാസ്റ്റിൽ നടന്ന കാര്യം, പ്രസൻറ്റും പാസ്റ്റും ആ പഠിക്കേണ്ടത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കേണ്ടത്. ഓക്കെ, പാസ്റ്റ് ടെൻസ്. ഇപ്പോൾ നമ്മൾ പ്ലേ ആണെങ്കിൽ പ്ലേഡ്, കുറേ വാക്കുകൾ വെറുതെ DO ED ഒക്കെ ആഡ് ചെയ്താൽ മതി. ലുക്ക് ആണെങ്കിൽ ലുക്ക്ഡ്, നോക്കുക, നോക്കി. ഓക്കെ, ക്ലോസ്ഡ്. ഓക്കെ, ക്ലോസ്ഡ്. അപ്പോൾ അടയ്ക്കുക, അടച്ചു. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക, അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി അറൈവ്ഡ്. കുക്ക്, ഇവിടെ ഞാനിങ്ങനെ ഇട് എന്ന് പറയുന്നത് അങ്ങനെയല്ല പ്രൊനൗൺസിൻ്റെ, അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ മതി, അറൈവ്ഡ്. ഞാൻ പക്ഷേ അറൈവ്ഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കുക്ക്, ഉണ്ടാക്കി, കുക്ക്ഡ്. ടേൺഡ്, തിരിഞ്ഞു, പാസ്റ്റിലേക്ക്. ഓക്കെ, ഇത് സാധാരണ വാക്കുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ചിലത് കോംപ്ലിക്കേറ്റഡ് ആയി വരുന്നുണ്ട്, ഇറഗുലർ വെർബ്സ് ആണ്. ഓക്കെ, ഗോയിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ട്. നമ്മൾ ഗോഡ് എന്ന് എഴുതരുത്. ഗോയിൻ്റെ പാസ്റ്റ് ടെൻസ് പോയി എന്ന് പറയുന്നത് വെന്റ് ആണ്. ഐ ഗോ ടു ദ ജിം, ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. ഓക്കെ, ഐ ഗോ ടു ദ ജിം. പക്ഷേ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഇന്നലെ പോയെന്ന് പറയാം ഐ ഗോഡ് ആണോ, അല്ല ഐ ഗോ യെസ്റ്റർഡേ ആണോ, അല്ല ഐ വെന്റ് ടു ദ ജിം, വെന്റ് ആണ്. ഓക്കെ, ഗിവ്, കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ടെൻസ് ഗേവ് ആവും. ഓക്കെ, ബൈ ബോട്ട് ആവും, വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ബോട്ട് ആവും. ഓക്കെ മക്കളെ, ബ്രോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ബോട്ടും കുറേ ആൾക്ക് ബ്രോട്ട് എന്ന് 6 വരുമ്പോൾ എന്താണ്? ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പം ഞാൻ പറയണം ഞാനിത് സ്കൂളിലേക്ക് കൊണ്ടുവന്നു, ഈ ടോയ് സ്കൂളിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രോട്ട്. ഞാനിതാ ഈ പോക്കിമോൺ ബോൾ സ്കൂളിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞാൽ കൊണ്ടുവന്നു. ഞാൻ കടയിൽ പോയി വാങ്ങിച്ചു എന്ന് പറയുന്നതാണ് ബോട്ട്. കടയിൽ വാങ്ങിച്ചു, ഇത് ഞാൻ വാങ്ങിച്ചു, ബോട്ട്. ഇത് ഞാൻ കൊണ്ടുവന്നു, ബ്രോട്ട്. ഓക്കെ, അപ്പം ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, ബ്രിങ് ആണ് കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട് കേട്ടോ. അപ്പം ബൈൻ്റെത് ബോട്ട്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ടേക്ക്, ടുക്ക്. കീപ്പ്, കീപ്ഡ് അല്ല, കീപ്ഡ് എന്ന് പറഞ്ഞ വാക്കില്ല കേട്ടോ. സീ, സോ, കാണുക, കണ്ടു. സിറ്റ്, സാറ്റ്. ഓക്കെ, സിറ്റഡ് അല്ല, ഐ സാറ്റ് ഓൺ ദിസ് ചെയർ. ഫ്ലൈ, ഫ്ലൂ. ഓക്കെ, സ്പീക്ക്, സ്പോക്ക്. ടീച്ച്, ടോട്ട്. മൈ ടീച്ചർ അല്ല അലൻ സാർ ടോട്ട് ഗ്രാമർ, ഇന്നലെ പഠിപ്പിച്ചു. ടോട്ട് ഗ്രാമർ യെസ്റ്റർഡേ. ഇതൊക്കെ ഇത് ചൂസാണ്. ഓക്കെ, ഇതെങ്ങനെ പറയാം? ഞാൻ മലയാളത്തിൽ കാണിച്ചാൽ ചൂസ്. ഇങ്ങനെ ഇതെന്താണ് മലയാളത്തിൽ പറയുമ്പോൾ ചോസ്. ഓക്കെ, ചോസ് പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കുക.
ചൂസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഐ ചൂസ് ക്ലോത്ത്സ്, ഞാൻ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാറുണ്ട്, സെലക്ട് ചെയ്യാറുണ്ട്. ഞാൻ ചോസ് എന്ന് പറഞ്ഞാൽ ഐ ചോസ് ക്ലോത്ത്സ് യെസ്റ്റർഡേ. ഓക്കെ, ഞാൻ എടുത്ത് തീരുമാനിച്ചു. അപ്പം ഇത് പാസ്റ്റിലാണ്. ഓക്കെ, വേറെ വോർ. ഓക്കെ, വേറെ വോർ. ഓക്കെ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ടെൻസ് നോക്കിയിട്ട് നമുക്കൊന്ന് ആൻസർ ചെയ്താലോ. ഓക്കെ, കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, എൻ്റെ കൂടെ ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങൾ പറ യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലത്തെ കാര്യമാണ്, പാസ്റ്റ് ആട്ടോ. യെസ്റ്റർഡേ അരുൺ ഡാഷ് ടു സ്കൂൾ. വോക്കാണ് കൊടുത്തിരിക്കുന്ന വേർബ്. അപ്പോൾ നമുക്ക് വോക്ക് എന്ന് വെറുതെ എഴുതിയാൽ ശരിയാവോ? ഇല്ല. ഇന്നലെ യെസ്റ്റർഡേ അരുൺ വോക്കല്ല, അരുൺ വോക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. വോക്കല്ല, വോക്സ് ആണ് വരിക. ഇത് സിംഗുലർ ആകുമ്പോൾ പ്ലൂരലാണ് വരിക കേട്ടോ. പക്ഷേ ഇവിടെ എന്താ, പാസ്റ്റ് ആണ് ഇന്നലെ. അപ്പം വോക്ക്ഡ്, അരുൺ വോക്ക് ടു സ്കൂൾ. യെസ്റ്റർഡേ അരുൺ വോക്ക് ടു സ്കൂൾ. ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച, വി ഗോയിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഗോഡ് അല്ല. ഗോയിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. വി വെന്റ് ടു ദ ബീച്ച്. സൂപ്പർ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു. അനു ഡാഷ് എ ന്യൂ പെൻസിൽ യെസ്റ്റർഡേ. ഇന്നലെ ബൈന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ബോട്ട്. ബൈന്റെ പാസ്റ്റ് ടെൻസ് ബോട്ട്. The teacher dash me a notebook. The teacher give. വളരെ സിമ്പിൾ, പാസ്റ്റ് ആക്കണം. ഗേവ് ആണ്. ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ഗേവ് മീ. എനിക്കൊരു നോട്ട്ബുക്ക് തന്നു, തരികയല്ല, തന്നു. The bird dash away. ഫ്ലൈ അവേ. The bird fly away എന്ന് പറയില്ല, കഴിഞ്ഞു പോയ കാര്യമല്ല. അപ്പോൾ ഫ്ലൂ, ഫൈൻ്റെ പാസ്റ്റ് ടെൻസ് ഫ്ലൂ. പഠിക്കുക ഓരോന്ന്. ഓക്കെ, ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. നമ്മുടെ ഇനിയും പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മളിപ്പോൾ 5 എണ്ണം ചെയ്തത്, ബാക്കി വേറെ 5 എണ്ണം ഉണ്ട്, വേറെ 10 എണ്ണം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വേറെ വിസിറ്റിന്റെ പാസ്റ്റ് എന്താ? വി വിസിറ്റഡ്. ഓക്കെ, വിസിറ്റഡ്. ആർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് പേരൻസ് ലാസ്റ്റ് വീക്ക്. ദ ഡോഗ് ഡാഷ് ആഫ്റ്റർ ദ ബോൾ. റണ്ണിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റാൻ. റണ്ണിന്റെ പാസ്റ്റ് ടെൻസ് റാൻ. അനു ഡാഷ് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട്സ്. റൈറ്റിന്റെ പാസ്റ്റ്, എഴുതുന്നതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റോട്ട്. ഓക്കെ, ദ ഹെഡ് മാസ്റ്റർ സ്പീക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സ്പോക്ക്. ഓക്കെ, മൈ ഫ്രണ്ട്സ് ഡാഷ് ടു മൈ ഹൗസ് യെസ്റ്റർഡേ. കമ്മിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പാസ്റ്റ് എന്താണ്? കേം. മൈ മദർ മേക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഉണ്ടാക്കുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കി, മെയ്ഡ്. The boy ഫൈൻഡിന്റെ പാസ്റ്റ് എന്താ? ഫൗണ്ട്. ഓക്കെ, ഫൗണ്ട് എ കോയിൻ ഓൺ ദ റോഡ്. ഷീ ക്ലോസിന്റെ പാസ്റ്റ് വളരെ സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ്. ഓക്കെ, ക്ലോസ് ചെയ്തു, അടച്ചു. ദ സ്റ്റുഡൻസ് അത് ചൂസ് ആണ്. ചൂസിന്റെ പാസ്റ്റ് എന്താ? ചോസ്. ദ റെയിൻ ഡാഷ് ഇൻ ദ ഈവനിങ്. സ്റ്റോപ്പിന്റെ പാസ്റ്റ് ടെൻസ് സ്റ്റോപ്ഡ്. ഓക്കെ, എല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ആൻസർ ഉണ്ട്, നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, റെഡി. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ടെൻസ് പഠിച്ചു, പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റലൈസ്. ഇനിയുള്ള എല്ലാ ടോപ്പിക്കും പെട്ടെന്ന് കഴിയും കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ. ഏതൊക്കെ ലെറ്ററാണ് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കേണ്ടത്? ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസിൽ, ഓക്കെ, ഫസ്റ്റ് വേർഡ് ഓഫ് ദ സെൻറ്റൻസിൽ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ആക്കണം. അതാണ് റൂൾ 1. അപ്പോൾ എസ്, ഇ എന്തായിക്കോട്ടെ. ആൾക്കാരുടെ പേര് വരുമ്പോഴും സ്ഥലങ്ങൾ വരുമ്പോഴും, ഇപ്പം മീന, ഐഷ, കേരള, ഇന്ത്യ, സ്ഥലങ്ങളുടെ പേരും ആൾക്കാരുടെ പേര് വരുമ്പോഴും, ഇപ്പം അലൻ സാറിന് എഴുതുമ്പോൾ അലൻ എന്നാണ് എഴുതുക. ഇല്ല, എൻ്റെ പേരാണ് അലൻ, അപ്പം ഞാൻ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനീൻ്റെ പേര് എഴുതുമ്പോൾ, ഓക്കെ, നമ്മളിപ്പം മെക്ഡോണൾഡ്സ് എഴുതുമ്പോൾ മെക്ഡോണൾഡ്സ്. ഓക്കെ, മെക്ഡീന്ന് എഴുതുമ്പോൾ എം ക്യാപിറ്റൽ എഴുതും. അതാണ് കുറച്ച്. അപ്പം പേരുകൾ, ആൾക്കാരുടെ പേരായിക്കോട്ടെ, സ്ഥലങ്ങളുടെ പേരായിക്കോട്ടെ, കമ്പനീൻ്റെ പേരായിക്കോട്ടെ, എന്തെങ്കിലും പേരായിക്കോട്ടെ. ഇപ്പോൾ ദിവസങ്ങളും മാസങ്ങളും, ഓക്കെ, സാറ്റർഡേ, മൺഡേ, ജാനുവരി, മാർച്ച്, അങ്ങനെയൊക്കെ. ഓക്കെ, ഇപ്പം ടൈറ്റിൽസ്, ഓരോ ആൾക്കാരുടെ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ കുമാർ, മിസ്റ്ററിലെ എം, ഡോക്ടറിലെ ഡി, മിസ്സസ്, അല്ലെങ്കിൽ എന്താണ്, പിന്നെ എന്താ വരുന്നത്? ദ പ്രോണൗൺ ഐ. മക്കളെ ഇതല്ല, ഈ വേണ്ട. ഓക്കെ, പ്രോണൗൺ ഐ. ഇപ്പം ഞാൻ പറയുന്നത് ഐ ആം ഹാപ്പി. ഐ എപ്പോഴും ക്യാപിറ്റലേ വരിക. ഓക്കെ, അപ്പോൾ ഐ എവിടെ വന്നാലും, സ്റ്റാർട്ടിങ് വന്നാലും എൻഡിങ് വന്നാലും നടുക്കിൽ വന്നാലും. ഓക്കെ, ഇതുണ്ട് മൈ ഫ്രണ്ട് ആൻഡ് ഐ. കണ്ടോ, ഇതൊരു ഹെഡിങ് കേട്ടോ. നോക്കിയാൽ മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻറ്റ്. ഇവിടെ ഐ ശരിക്കും ചെറുതാണ് വേണ്ടത്. ഇപ്പോൾ യു എന്ന് എഴുതാണെങ്കിൽ YOU സ്മോൾ ലെറ്റർ വരും. പക്ഷേ ഐ എഴുതുമ്പോൾ എന്താണ്, എവിടെ വന്നാലും ക്യാപിറ്റലേ വരിക. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ഇത്രയുള്ളൂ മനസ്സിലാക്കാൻ. സ്റ്റാർട്ടിങ് ഓഫ് സെൻറ്റൻസ്, പേരുകൾ, സ്ഥലങ്ങളിൽ, കമ്പനിയുടെ പേര്, പിന്നെ ഐയും. ഓക്കെ, ആൻഡ് ഡെസിഗ്നേഷൻസ് ഒക്കെ വരുന്നിടത്ത്. ഓക്കെ, മൈ നെയിമിലൂടെ എം ക്യാപിറ്റൽ. മൈ നെയിം ഇസ് സർ. വി വിസിറ്റഡ് കൊച്ചി. കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല, അവിടെ കെ ക്യാപിറ്റൽ. കൊച്ചി ഒരു സ്ഥലമായുണ്ട്. ദ എക്സാമിനേഷൻ ഇസ് ഓൺ മൺഡേ. എം ക്യാപിറ്റൽ. മൺഡേ ഒരു ദിവസം.
ഷീ ഓപ്പൺ ദ ഡോർ, എസ് ക്യാപിറ്റലാണ്. ഡോക്ടർ രവി, അപ്പോൾ നോക്കിയേ ഡോക്ടറിൽ ഡി ക്യാപിറ്റലാണ്, രവിയിൽ ആർ ക്യാപിറ്റലാണ്. ഓക്കെ, രവി ഒരു പേരാണല്ലോ, ഡോക്ടർ ഒരു ടൈറ്റിലാണ്. ഓക്കെ, അതും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 പ്രാക്ടീസ് ചെയ്യുക, 5 നിങ്ങൾക്ക് ഹോംവർക്ക് കേട്ടോ. ഇവിടെ നോക്കി, ഇവിടെ ഷീ ഓപ്പൺ ദ ഡോർ ഫോർ ദിസ്. വി വിൽ ഹാവ് എൻ എക്സാമിനേഷൻ ഓൺ മൺഡേ, എം. മൈ ഫാമിലി ലിവ്സ് ഇൻ കേരള, കെ ക്യാപിറ്റൽ. രാജു ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, 6 ക്യാപിറ്റലാണ്, ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ എന്താണെന്ന് ചെയ്യണം, അവർ സ്കൂൾ റീഓപ്പൺസ് ഇൻ ജാനുവരി. ഓക്കെ, അപ്പോൾ ജെ ക്യാപിറ്റൽ. ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എടുക്കുക, ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. 5 ക്യാപിറ്റലൈസേഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ആൻസറും നോട്ടിലുണ്ടാവും, നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, സൂപ്പർ ക്ലാസ് ആണ്, അതിൻ്റെ ചെറിയ ഡോസാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കിട്ടുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് നോക്കാം. സ്പെല്ലിംഗ് തെറ്റുകളൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരും. അപ്പം കുറച്ച് സ്പെല്ലിങ്സ്, കൂടുതൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെയും ചാപ്റ്റേഴ്സൊക്കെ വായിക്കുക, കുറേ ബുക്കുകൾ വായിക്കുക, കിട്ടുന്നിടത്തൊക്കെ വായിക്കുക. അത് ചെയ്താൽ നിങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കും. ഇപ്പോൾ തെറ്റുകളുള്ള സ്പെല്ലിംഗ് കാണിച്ചാൽ കറക്റ്റും തരാം. അത് എക്സാമിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. നോയ്സ്, മക്കളെ നോയ്സ് എന്ന് പറഞ്ഞാൽ ഇതെന്താ, ഒച്ച, സൗണ്ട്, ലൗഡ് സൗണ്ട്, ഇഷ്ടമില്ലാത്ത സൗണ്ടിനാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ NOISE ആണ് നോയ്സ്. ബ്യൂട്ടിഫുൾ, മക്കളെ ഈ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ അതിലൊക്കെ എൻഡ് ചെയ്യുമ്പോൾ ഒരു എല്ലാം ഉണ്ടാവുള്ളൂ. ഓക്കെ, വണ്ടർഫുൾ, ഓക്കെ വണ്ടർഫുൾ ഒരു എല്ലോ ഉള്ളൂ. പക്ഷെ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ LY വരുമ്പോൾ 2 L വരും കേട്ടോ. വണ്ടർഫുൾ, പിന്നെന്താണ് ഹാൻഡ് ഫുൾ, കൈ മൊത്തം. ഓക്കെ, ഹാൻഡ് ഫുൾ, എന്ത് ഫുൾ എൻഡ് ചെയ്യുമ്പോൾ ഒരു എല്ലാം ഉണ്ടാവുള്ളൂ. പക്ഷെ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ 2 L ഉണ്ടാവും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോ. വെജിറ്റബിൾസ്, നമ്മൾ പറയുമ്പം വെജിറ്റബിൾസ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണ്, വെജിറ്റബിൾസ്. ഓക്കെ, ഇനോഗ്യൂറേഷൻ, ഇവിടെ നോക്കിയേ ഇനോഗ്യൂറേഷൻ നമ്മൾ പറയാം, പക്ഷേ ഇനോഗ്യൂറേഷൻ NAU ഉണ്ട്. നോക്കി, ഇനോഗ്യൂറേറ്റഡ്, വീണ്ടും ഇനോഗ്യൂറേഷൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിൽ പറയുന്ന വാക്കുകളായിരിക്കും, അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, എക്സാമിന് ചോദിക്കും. ഓക്കെ, ദ ചിൽഡ്രൻ മെയ്ഡ് എ ലോട്ട് ഓഫ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോയിസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന NOISE. നോക്കി, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, L വേണ്ട. വെജിറ്റബിൾസിൽ ഇവിടെ E ആണ്. ഇനോഗ്യൂറേഷനിൽ INAU, ഇവിടെയും INAU, ഇനോഗ്യൂറേറ്റഡ്, ഇനോഗ്യൂറേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇതല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ദ ചിൽഡ്രൻ മെയ്ഡ് എ ലോട്ട് ഓഫ് നോയ്സ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ്, S ആണ്. ബ്യൂട്ടിഫുൾ L ഡിലീറ്റ് ചെയ്യുക. മൈ മദർ ബോട്ട് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിച്ചു, ബ്രോട്ടാണ് കൊണ്ടുവന്നു. ബ്രോട്ട് ഫ്രഷ് വെജിറ്റബിൾസ്, ഇവിടെ E. ഓക്കെ, വി വിൽ വിസിറ്റ് ദ മ്യൂസിയം ടുമോറോ. ടുമോറോന്റെ സ്പെല്ലിങ്ങിൽ എന്താ പ്രശ്നം, എന്തോ പ്രശ്നമുണ്ട്. എന്താണ് മക്കളെ, 2 R ആണ്, 1 O ആണ്. ഓക്കെ, എന്താണ് TOMORROW, ഇതാണ് ടുമോറോ. 1 M ഉം 2 R ഉം ആണ്. ഓക്കെ, ടൊമോറോ അല്ല, ടുമോറോ, അങ്ങനെ ആലോചിച്ചോ കേട്ടോ. TOMORROW പഠിച്ചോ. ഓക്കെ, ഐ റിസീവ്ഡ്. മക്കളെ ഈ ഐയും ഇയും വരുന്ന വാക്കുകൾ എല്ലാവർക്കും ടഫാന്ന് എനിക്കറിയാം, അപ്പോൾ ഒരു സിമ്പിൾ റൂള് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് റൂള്, ഞാൻ പഠിച്ചിട്ടിരിക്കുക. I before E, ഓക്കെ, I before E except for C. Okay, I before E except for C, but okay, weird is weird എന്ന് പറഞ്ഞാൽ അതെന്തോ ശരിയല്ല. നോക്കിയേ, I before E except for C, but weird is weird. മക്കളെ, I before E, I ആണ് എപ്പോഴും ആദ്യം വരിക, IE ആണ് എപ്പോഴും വരിക. പക്ഷെ C വന്നാൽ EI ആവും. എക്സെപ്റ്റ് ഫോർ C വന്നാൽ CEI ആവും. ഓക്കെ, പക്ഷെ വിയേർഡ് എന്ന് പറയുമ്പോൾ EI. നോക്കിയേ, വിയേർഡിൽ EI അങ്ങനെ തന്നെ വരും. നോക്കിയേ, EI എന്നാ വരിക. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ I before E വരുന്ന കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. നോക്കിയേ, ബിലീവ്, I before E, ബിലീവ്. ഓക്കെ, ഫീൽഡ്, FIELD. ഓക്കെ, ഫ്രണ്ട്, FRIENDS. ഓക്കെ, പാട്ടറിയാലോ, PIECE. ഓക്കെ, പീസ്, I before E. ഇനി C വരുമ്പോൾ എന്താണ്, C വരുമ്പോൾ മാറും മക്കളെ, എന്താ മാറുന്നത്, I before Eന്റെ ഓപ്പോസിറ്റ് ആവും. ഓക്കെ, C വരുമ്പോൾ EI ആവും. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, സീലിംഗ്, EI വരുന്നത്. ഇപ്പോൾ റിസീവ്, RECEIVE. ഓക്കെ, I before E എപ്പോഴാ, ഇവിടെ C ഉണ്ട്, C വരുമ്പോൾ റൂൾ മാറി കേട്ടോ, C വരുമ്പോൾ റൂൾ മാറി കേട്ടോ, C ഉണ്ട്, EII. ഓക്കെ, അടുത്തെന്താണ്, ഇനി എക്സാമ്പിൾസ്, റെസിപ്റ്റ്. ഓക്കെ, റെസീറ്റ് എന്നാണ് പറയുക, പക്ഷേ റെസിപ്റ്റ് നമുക്ക് തൽക്കാലം പറയാം. ഓക്കെ, കളർ മാറിപ്പോയല്ലോ, റെസീറ്റ്. ഓക്കെ, ഡിസീവ്.
ഓക്കെ, ഇവിടെ ഉണ്ടോ സി വന്നപ്പോൾ കഥ മാറി, സി വന്നപ്പോൾ കഥ മാറി. ഇ ഐ പൊതുവേ IE ആണ് വരിക, പക്ഷേ സി വന്നാൽ EI ആ. പക്ഷെ വിയേർഡ് തന്നെയാണ് കേട്ടോ മക്കളെ, വിയേർഡ് തന്നെയാണ്. ഓക്കെ, വിയേർഡ് ഉണ്ട്. വേറെ എക്സെപ്ഷൻസ് പറഞ്ഞല്ലോ, വേറെ എക്സെപ്ഷൻസ് എന്താ വരുന്നത് നിങ്ങൾക്കത് അവിടെ കാണാൻ പറ്റും. ഹൈറ്റ്, ഓക്കെ വേറെ എക്സെപ്ഷൻ, വിയേർഡ് എക്സെപ്ഷൻ ആണ്. വിയേർഡ് അങ്ങനെയാണ്. ഓക്കെ, വിയേർഡ് അങ്ങനെയാണ്. ഹൈറ്റ് അങ്ങനെയാണ്, HEIGHT. ഓക്കെ, പിന്നെന്താണ് വരുന്നത് ഫോറിൻ, FOREINGEN. ഓക്കെ, അങ്ങനത്തെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പം I before E except for C എന്ന് ഓർത്ത് വെക്കുക. I before E except for C. നോക്കിയേ, ഇവിടെ I before E ആണ്, പക്ഷെ C ഉള്ളതുകൊണ്ട് മാറി. അപ്പം എന്താണ് റിസീവ്ഡ്. ഓക്കെ, അത് കിട്ടി. റിയ സ്റ്റേഡ് അറ്റ് ദ ഹോം ബിക്കോസിൽ ഒരു BECAUSE ഉണ്ട്. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് IEND FRIEN, I before E ആണ് കേട്ടോ. വി ബോറോഡ് എ ബുക്ക് ഫ്രം ദ ലൈബ്രറി അല്ല, ലൈബ്രറി. നോക്കിയേ, the two pictures look different പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഡിഫറെൻ്റാണ്. ഇവിടെ ഒരു ഇയും കൂടി ഉണ്ട്, നടുക്കിലൊരു ഇ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ഇ ഉണ്ട്. നോക്കിയേ, ഹെർ ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്. ഹാപ്പി കറക്റ്റ് ആണ്, പക്ഷെ ഹാപ്പിനെസ് വരുമ്പം എന്താ വരിക, ഹാപ്പിനെസ് വരുമ്പം മക്കളെ വൈ അല്ല അവിടെ വരും. നോക്കിയേ, HAPPI. ഹാപ്പി എനിക്കറിയാം, നിങ്ങൾ പറയും സാർ ഹാപ്പി എന്ന് പറയുമ്പോൾ HAPPY ആണല്ലോ, ശരിയാ. പക്ഷെ ഹാപ്പിനെസ് എന്ന് വരും, സന്തോഷത്തോടെ എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഹാപ്പിനെസ് PPI വരും. ഓക്കെ, അപ്പോൾ HAPPINESS. ഒരു സിനിമയുണ്ട് ഇതിനെപ്പറ്റി പറയുന്നത്, ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, അപ്പോൾ വിൽ സ്മിത്തിൻ്റെയാണ്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ എല്ലാവരും ഹാപ്പിനെസ്സിന് വൈ ചെയ്യുന്നു, ഇയാൾ പോയി കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്, അതിൽ ഇതാണ് പറഞ്ഞത്. ഓക്കെ, സ്പെല്ലിംഗ് മനസ്സിലായി, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക്. ഓക്കെ, പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് മുമ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥലം, അത് ഉള്ളിലാണോ പുറത്താണോ മണ്ടയ്ക്കാണോ താഴെയാണോ അങ്ങനത്തെ പറയുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഏതൊക്കെയാണ് പ്രപ്പോസിഷൻസ് കോമൺ ആയിട്ട് വരുമ്പോൾ ഇന്ന്, ഓൺ, അറ്റ്. മക്കൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ എന്ന് പറഞ്ഞാൽ മേലെ, അറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ, ടു എന്ന് പറഞ്ഞാൽ അവിടേക്ക്, ഫ്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന്, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ, ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഓക്കെ, ഇന്നെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഓൺ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ ട്രക്കിൻ്റെ മുകളിൽ ഓൺ. അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയണതാ എൻ്റെ അറ്റ് അവിടെയാണ്, അവിടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹീസ് അറ്റ് കൊച്ചി അല്ലെങ്കിൽ അങ്ങനെ പറയും. ഓക്കെ, ഫ്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ്, ടു എന്ന് പറഞ്ഞാൽ അവിടേക്കാണ്, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിലാണ്, ഓവർ എന്ന് പറഞ്ഞാൽ മുകളിലാണ്, നിയർ എന്ന് പറയുമ്പോൾ അടുത്താണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ആണ് മനസ്സിലായത്. ഇന്നെന്ന് പറയുമ്പം യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് ഇൻസൈഡ് എ പ്ലേസ്. ഇന്നെപ്പോഴാണ് നമ്മൾ ഇൻസൈഡ് ഉള്ളിലാകുമ്പോൾ. ഓൺ എന്ന് പറയുമ്പോൾ ഓൺ എ സർഫസ് എന്തിനു മുകളിലാകുമ്പോൾ. അറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത്, ഒരു പെർട്ടിക്കുലർ സ്ഥലം അല്ലെങ്കിൽ പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ദ ബുക്ക് ഇസ് ഇൻ ദ ബാഗിന് ഉള്ളിലാണ്. ഓക്കെ, ചിൽഡ്രൻ ആർ ഇൻ ദ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ. ഓൺ ദ സർഫസ് എവിടെ, ബുക്ക് ഇസ് ഓൺ ദ ഫോൺ ഇസ് ഓൺ മൈ ഹാൻഡ്. ഓക്കെ, ഇപ്പം മീന സാറ്റ് ഓൺ ദ ബെഞ്ചിൻ്റെ മുകളിലായിരിക്കുക. ചെയറൊക്കെ വരുമ്പം ചെയറിൽ സാറ് ഐ സാറ്റ് ഇൻ ദ ചെയർ, നമുക്കുള്ള കൈയും ഇങ്ങനെ അടയുന്ന ചെയർ ആണെങ്കിൽ ഇൻ ദ ചെയർ എന്ന് പറയും. തുറന്നിരിക്കുന്ന കസേരയാണെങ്കിൽ കൈയൊന്നും ഇല്ലാത്ത ചെയർ ഓൺ ദ ചെയർ എന്നും പറയും. അപ്പോൾ ഇൻ ദ ചെയറും ഓൺ ദ ചെയറും പറയും. ബുക്ക് ഷെൽഫിൽ ബുക്ക് ഇൻ ദ ഷെൽഫാണ് ഓൺ ദ ഷെൽഫാണ്, അത് മാറ്റർ ചെയ്യും. ഓക്കെ, അടയ്ക്കാൻ പറ്റുന്ന ഷെൽഫാണെങ്കിൽ ഇൻ ദ ഷെൽഫ് വരും. തുറന്നിരിക്കുന്ന ഓപ്പൺ ഷെൽഫാണ് ഓൺ ദ ഷെൽഫ് എന്ന് പറയും. മുകളിൽ ഷെൽഫിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ ഓൺ ദ ഷെൽഫ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ പഠിക്കാം. ഇനി അറ്റ് എന്ന് പറയുമ്പോൾ ഷീസ് അറ്റ് സ്കൂൾ, വി മെറ്റ് അറ്റ് ദ ഗേറ്റ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിക്കാം. ദ ചിൽഡ്രൻ സാറ്റ് ബെഞ്ച് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന സാധനമാണ്, അതിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റും ഇല്ല, അതിന് മേലെ ഓൺ ദ ബെഞ്ച്. ബി കൈൻഡ്, നമ്മൾ ആനിമൽസിനോട് ബി കൈൻഡ്, നമ്മൾ അവരോട് കരുണ കാണിക്കണം. അവരെ മുകളിലാണോ കരുണ കാണിക്കേണ്ടത്, അവരുടെ ഉള്ളിലാണോ അല്ല അവർക്ക് അല്ലേ. ബി കൈൻഡ് ടു അവരോട് ടു. ദ കാർസ് ഗേവ് വേ, മക്കളെ കാറുകൾ ആംബുലൻസിന് വഴി കൊടുത്തു. കാർസ് ഗേവ് വേ ഇൻ ദ ആംബുലൻസ്, ഓൺ ദി ആംബുലൻസ്, അറ്റ് ദി ആംബുലൻസ് അല്ല ടു ദി ആംബുലൻസ് അവർക്ക്. ദ പെൻസിൽ ഈസ് ഡാഷ് ദ ബോക്സ്. പെൻസിൽ ബോക്സിന് ഉള്ളിലാണ് പൊതുവേ. പെൻസിൽ ബോക്സ് മേലെ വെച്ചാൽ ഓൺ ദ ബോക്സാ, ഇൻസൈഡ് ആണ് പൊതുവെ വരിക. റിയ ഇസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്, ഒരു സ്ഥലത്ത് പ്രത്യേക സ്ഥലത്താണ്. ഓക്കെ, ഓൺ ടു ഇൻ അറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മീന സാറ്റ് ഓൺ എ ബെഞ്ച്, വി ഷുഡ് ബി കൈൻഡ് ടു ആനിമൽസ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനാണ്. ടു ദ ബുക്ക് ഇസ് ഇൻ ദ ബാഗ്. ഓക്കെ, റിയ ഇസ് വെയിറ്റിംഗ് അറ്റ് ദ സ്കൂൾ ഗേറ്റ്. ഇനി നോക്കിയേ, എ പിക്ചർ ഇസ് ഹാങ്ങിങ്. മക്കളെ ഡാഷ് ദ വോൾ ഭിത്തിൻ്റെ എന്താണ്, ഉള്ളിലാണോ അവിടേക്കാണോ ഇവിടേക്കാണോ അറ്റാണോ, ഓൺ ദ വോൾ ഭിത്തിൻ്റെ മുകളിൽ. ദ ക്യാറ്റ് ഇസ്
സ്ലീപ്പ് നമ്മളൊരു ടേബിളിൻ്റെ മേലല്ല. ഓക്കെ, ഓൺ ദ ടേബിൾ. ഓക്കെ, അറ്റ് ദ ടേബിൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ല, ഓൺ ദ ടേബിൾ ആണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അരുൺ റിട്ടേൺഡ് ഓക്കെ ഡാഷ് സ്കൂൾ അറ്റ് 4 o'clock. സ്കൂളിൽ അരുൺ റിട്ടേൺ മടങ്ങി വന്നു. ഡാഷ് ഇൻ സ്കൂളല്ല, ടു സ്കൂളല്ല, മടങ്ങി വരുമ്പോൾ അങ്ങോട്ടല്ലല്ലോ, ഇങ്ങോട്ടല്ലേ, അപ്പോൾ ഫ്രം സ്കൂൾ. ഓക്കെ, ഫ്രം സ്കൂൾ. ഡിവൈഡ് ദ സ്വീറ്റ്സ് ഓക്കെ ഡാഷ് ദ 2 children. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചില്ല, അറ്റ് വരില്ല, ഇന്ന് വരില്ല, ഓൺ വരില്ല, ഫ്രം വരില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ബിറ്റ്വീനാണ്. ഓക്കെ, ബിറ്റ്വീൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് വരാത്തൊരു കേസായിരിക്കും. നേഹ വെൻ ടു ദ ലൈബ്രറി നോക്കിയേ, ഇവിടെ എന്താണ് ആൻസർ? വിത്ത് ഹെർ ഫ്രണ്ട്. ഓക്കെ, ഇത്രയും കോംപ്ലിക്കേറ്റ് വരില്ല, പക്ഷേ നിങ്ങൾ പഠിച്ച് വെച്ചിട്ട് ഇത് 3 എക്സാമിന് നിങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, എക്സാമിന് ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇതൊന്ന് കറക്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി വേർഡ് ഓർഡറും കൂടി ലാസ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക്, അതിന് എക്സാം ക്വസ്റ്റ്യൻസ് ചെയ്യാം. വേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? വാക്കുകൾ എന്ത് ഓർഡറിൽ വരണമെന്ന്. പൊതുവേ ഇംഗ്ലീഷ് ഓർഡർ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഹീറോ. ഓക്കെ, ആരാണ്? പേഴ്സൺ അല്ലെങ്കിൽ മെയിൻ സംഭവം. പൊതുവെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും മെയിൻ സാധനമാണ് പൊതുവെ വരും കേട്ടോ. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ, എന്താണ് നടക്കുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ സബ്ജക്റ്റ്, ഇപ്പം ഞാൻ സബ്ജക്റ്റ് ആണ്, ഇതാണ് ഒബ്ജക്റ്റ്. ഞാൻ ഇതും കൊണ്ട് കളിക്കുകയാണ്, ഞാൻ ഈ ടോയും കൊണ്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ സബ്ജക്റ്റ്. അലൻ സാർ ഈസ് പ്ലേയിങ് വിത്ത് ദ കാർ അല്ലെ ട്രക്ക്. അപ്പം ഞാൻ സബ്ജക്റ്റ്, മെയിൻ ഹീറോ. ഞാൻ എന്താ ചെയ്യുന്നത്? പ്ലേയിങ്, കളിക്കുകയാണ് അല്ലേ, വെർബ്. ഓക്കെ, വെർബ് എന്തിനോടാണ് ചെയ്യുന്നത്? വെർബ് ചെയ്യുന്നത് ആരോടാണ്? ഒബ്ജക്റ്റിനോട്. ഇതാണ് ഒബ്ജക്റ്റ്. അപ്പം ട്രക്കാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നോക്കിയേ, റിയ റീഡ്സ് എ ബുക്ക്. റിയ ആണ് സബ്ജക്റ്റ്, റീഡാണ് വെർബ്, എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ് നിങ്ങൾ പഠിക്കുക. ബുക്കാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ബുക്ക്. റിയ റീഡ് ചെയ്യുന്നത് എന്താണ്? ഒബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ്, വെർബ്. വെർബ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? അതാണ് ഒബ്ജക്റ്റ്. മദർ ബോട്ട്, അമ്മ വാങ്ങിച്ചു, അമ്മയാണ് സബ്ജക്റ്റ്. ബോട്ടാണ് വെർബ്. എന്താണ് വാങ്ങിച്ചത്? വെജിറ്റബിൾസ്, അതാണ് ഒബ്ജക്റ്റ്. വെർബ് എന്തിനോടാണ് ചെയ്യുന്നത്? അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ ഓർഡർ വരിക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നൗൺ എന്ന് പറഞ്ഞാൽ എന്തിനു? നെയിം പ്ലേസ് ആനിമൽ തിങ്. ഓക്കെ, നെയിം പ്ലേസ് ആനിമൽ തിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അഡ്ജക്റ്റീവ് കൊടുക്കുക. അത് ബ്യൂട്ടിഫുൾ ആണ്, നല്ലതാണ്, മോശമാണ്, ബോറിംഗ് ആണെന്നൊക്കെ പറയുന്നതാണ് അഡ്ജക്റ്റീവ്, ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താണ് വരിക? ഡിസ്ക്രൈബിങ് വേർഡ് ഓർ അഡ്ജക്റ്റീവ് നോർമലി കംസ് ബിഫോർ ദ നൗൺ. മക്കളെ, നല്ല ദിവസമാണ്, ലവ്ലി ഡേ എന്ന് പറയുമ്പോൾ എ ലവ്ലി ഡേ. ഡേ ലവ്ലി എന്നല്ലല്ലോ, ഡേ ലവ്ലി എന്ന് പറയാൻ തെറ്റാ, നോട്ടാട്ടോ, ഇത് തെറ്റാ. ആ ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ. ആ ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പം, ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ ആണെന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അഡ്ജക്റ്റീവ് എപ്പോഴും നമ്മുടെ നൗണിൻ്റെ മുൻപ് വരും. ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. എയ്റോപ്ലെയിൻ വലുതാന്ന് പറയുമ്പോൾ ലാർജ് എയ്റോപ്ലെയിൻ. ബ്രേവ് പൈലറ്റ് ആകുമ്പോൾ പൈലറ്റ് ബ്രേവ് അല്ല, ബ്രേവ് പൈലറ്റ് വരും. അപ്പം അതിന് മുൻപാണ് അഡ്ജക്റ്റീവ് ഒക്കെ, നൗണിൻ്റെ മുൻപാണ് വരിക, സാധനങ്ങളുടെ മുമ്പ്. നോക്കിയേ, ഇത് ബോളാണ്, ഇത് റെഡ് ആണ്. ഓക്കെ, അപ്പം ഞാൻ പറയാം ആ ബോൾ റെഡ് ആണ്, അല്ല ആ റെഡ് ബോൾ ആണല്ലോ. ഓക്കെ, ഇപ്പം എന്താണ്? ഇപ്പം ഇത് ട്രക്കാണ്, സ്മോൾ ആണ്. അപ്പം ഞാൻ പറയാണ് ട്രക്ക് സ്മോൾ ആണ്, അല്ല ആ സ്മോൾ ട്രക്ക്, സ്മോൾ ആദ്യം വരും. ഓക്കെ, ഇപ്പോൾ ക്വാണ്ടിറ്റി, എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് നൗൺ. ഇപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ ഓഫ് ഹൺഡ്രഡ്സ് അല്ല, ചിൽഡ്രൻ ഓഫ് ഹൺഡ്രഡ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾ, 100 ആൾക്കാരുടെ കുട്ടികൾ എന്നാണ്. ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ 100 കുട്ടികൾ, 100ഓളം കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഗ്രൂപ്പ് അല്ല, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ക്വാണ്ടിറ്റി എത്ര എണ്ണം എന്നുള്ളതും മുൻപിലാണ് വരിക. അപ്പോൾ നോക്കിയേ, ഇതൊക്കെ ഒന്ന് ആൻസർ ചെയ്തേ, ഇവന്മാരൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആൻസർ. നോക്കിയേ, ഡേ എ ലവ്ലി ഡേ. ഓക്കെ, ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് ആദ്യം വരിക. ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ, ഇപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ. റിട്ടേണിങ് ഹോം റിട്ടേണിങ് ആണോ? റിട്ടേണിങ് ഹോം, മടങ്ങി വരുന്നത് വീട്ടിലേക്ക്. അപ്പം റിട്ടേണിങ് ഹോം. ഓക്കെ, എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഓക്കെ, റിയ സബ്ജക്റ്റ്, റീഡ്സ് വെർബ്, എ ബുക്ക് ഒബ്ജക്റ്റ്. ഓക്കെ, ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം, സൂപ്പറായിട്ട് ചെയ്യാം. ഇതും കൂടി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പഠിക്കാനെല്ലാം പഠിച്ചു, ഇനി എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. കാരണം എക്സാം ഇങ്ങനെ തന്നെ വരും, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫുൾ എനർജിയിൽ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക പ്ലീസ്. മൊത്തം ഗ്രാമറാണ് അലൻ സാർ പഠിപ്പിച്ചിരുന്നത് കേട്ടോ. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. ലാസ്റ്റ് സാറ്റർഡേയിൽ എന്താ പ്രശ്നം? കഴിഞ്ഞ സാറ്റർഡേ പാസ്റ്റ് ടെൻസ് ആക്കണ്ട, വേർഡ് ഓർഡർ പ്രശ്നമില്ല, പ്രപ്പോസിഷൻ വേണ്ട, ക്യാപിറ്റലൈസേഷൻ ഇവിടെ എസ് ക്യാപിറ്റൽ ആക്കണം. മീന, സാറ്റർഡേ ദിവസമാണ്, മന്തും ദിവസവും ഇതൊക്കെ ക്യാപിറ്റലാണ്. മീന ഗോ ടു ദ പാർക്ക്. കഴിഞ്ഞ സാറ്റർഡേ ആകുമ്പോൾ പാസ്റ്റിലാണ്, ഗോ എന്ന് പറയുമ്പോൾ വെന്റ് ടു ദ പാർക്ക് വിത്ത് ഹർ ഫ്രണ്ട്സ്. ദേ പ്ലേഡ് ഹാപ്പിലി ആണ്, പാസ്റ്റിലാണ് എല്ലാം. ദ ഹോൾ ആഫ്റ്റർനൂൺ. ഷീ സോ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. കറക്റ്റ്, വേർഡ് ഓർഡർ കറക്റ്റാ, പക്ഷെ ബ്യൂട്ടിഫുൾ എല്ല് തെറ്റ, എല്ല് വേണ്ട. ഓക്കെ,
അപ്പോൾ എത്രയാ BEAUTIFUL ഉള്ളൂ. ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഓവർ ദ ഫ്ലവേഴ്സ്. മീന സാറ്റ് ഇൻ എ ബെഞ്ചാണ്. ബെഞ്ചിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റൂല കേട്ടോ. ബെഞ്ചിൻ്റെ ഉള്ളിലല്ല, ബെഞ്ചിൻ്റെ മുകളിൽ. ഓൺ എ ബെഞ്ച് ആൻഡ് വാച്ച് ദ സൺസെറ്റ്. ഇറ്റ് വാസ് എ ഡേ ലവ്ലി അല്ല, നമ്മുടെ എന്താണ് അഡ്ജക്റ്റീവ് ആദ്യം പറയാം. ലവ്ലി ഡേ ഫോർ ഹെർ. ലവ്ലി ഡേ വേർഡ് ഓർഡർ പഠിച്ചല്ലോ. സിമ്പിൾ. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഐഷ യെസ്റ്റർഡേ. ഐഷ മക്കളെ യെസ്റ്റർഡേ ആകുമ്പോൾ വെൻറ്റ് വരും. ഗോ അല്ല, വെൻറ്റ് ടു ദ മാർക്കറ്റ് വിത്ത് ഹർ മദർ. ദേ ബോട്ട് വെജിറ്റബിൾസ്. സ്പെല്ലിംഗ് ഇതാണ് കേട്ടോ. ഐ ഇല്ല, വെജിറ്റബിൾസിൽ ഐ ഇല്ല. ആൻഡ് ഫ്രൂട്ട്സ് ഫ്രം ദ ഷോപ്പ്. ഇവിടെ നോക്കിയേ, ഷീൽ എന്താ തെറ്റ്? ക്യാപിറ്റൽ. എസ് ക്യാപിറ്റൽ ആക്കണം. എസ് ക്യാപിറ്റൽ ആക്കണം. ഓക്കെ. ഷീ ഓൾസോ പർച്ചേസ്ഡ് എ ന്യൂ ഫ്രോക്ക് ഫോർ ഹർ ബർത്ത്ഡേ. ദ ഷോപ്പ് കീപ്പർ വാസ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ഓഫ് ദെം ആണോ? ഹെൽപ്ഫുൾ ആരോടാണ്? ആരാ? അറ്റ് ദെം ആണോ? ഇന്ന് ദെം ആണോ? ഓൺ ദെം ആണോ? ടു ദെം. അവരോട്. ടു ദെം അങ്ങോട്ടേക്കാണ്. അറ്റ് ഹോം റിട്ടേണിങ്. മക്കൾ ഹോം റിട്ടേണിങ്. ആഫ്റ്റർ ഹോം റിട്ടേണിങ്. ആഫ്റ്റർ വീട്ടിലെത്തി എന്നല്ല, മലയാളത്തിൽ വീട്ടിലെത്തി എന്നാ പറയാ. ഇതെന്താണ്? മടങ്ങി വീട്ടിലേക്ക്. റിട്ടേണിങ് ഹോം ആണ്. റിട്ടേണിങ് ഹോം. ഐഷ സ്റ്റാർട്ടഡ് ഡൂയിങ് ഹർ ഹോം വർക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബാ ചെയ്തോ. പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനെക്കാട്ട് സൂപ്പർ ക്ലാസ്സസ് കിട്ടും. ഓക്കെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പേരൻസിനോട് പറയാം, അവരോട് പറയാം അടിപൊളി ക്ലാസ് ഉണ്ട്, ബാക്കിയുള്ള ക്ലാസ് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, റെഡി. ആസ് ദേ എൻറ്റേർഡ് ദ സ്കൂൾ പ്രെമിസസ്, ഉണ്ണിക്കുട്ടൻസ് എക്സൈറ്റ്മെൻറ്റ് ഗിവ് ആണ്. അവർ എത്തിക്കഴിഞ്ഞു. എൻറ്റേർഡാ, പാസ്റ്റിലാണ്. അപ്പം ഗിവ് അല്ല, ഗേവ് ആണ്. ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ് കേട്ടോ. ഗേവ്. വേ ഓഫ് ആണോ? ടു. എന്താണ്? ഞാൻ അറിയാതെ ആൻസർ പറഞ്ഞു. കാരണം ഇതിങ്ങനെ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. ഗേവ് വേവ് ഓഫ് എന്ന് പറയാൻ ഗേവ് വേവ് ടു എന്ന് പറയാനുള്ളൂ. വഴി കൊടുത്തു. എന്തിന്? നെർവസ്നെസ്സിന്. അപ്പം ഗേവ് വേ ഇന്നല്ല, അറ്റല്ല, ഓഫ് അല്ല, ടു ആണ്. ടു നെർവസ്നെസ്. എവറിത്തിങ്ങിൽ അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഈ ക്യാപിറ്റൽ വരണം. വാസ് ന്യൂ ടു ഹിം ഇൻക്ലൂഡിങ് ദ ചിൽഡ്രൻ ഓഫ് ഹൺഡ്രഡ്സ് അല്ല, ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ. എണ്ണങ്ങൾ ആദ്യം വരും. ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ. ഇത് ഇംഗ്ലീഷിൽ തെറ്റല്ല. ചിൽഡ്രൻ ഓഫ് ഹൺഡ്രഡ്സ് തെറ്റല്ല. പക്ഷേ ചിൽഡ്രൻ ഓഫ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ 100 ആൾക്കാരുടെ കുട്ടികൾ, 100 ആൾക്കാരുടെ കുട്ടികൾ അതാ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? 100 കുട്ടികൾ, 100 കണക്കിന് കുട്ടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ വരുന്നത്. ഹു വെർ മേക്കിംഗ് ഓൾ ദ നോയ്സ്. നോയ്സ് എന്ന NOISE. ഓക്കെ, ഇൻ ദ വേൾഡ്. ഓക്കെ, റെഡി. അതോടെ നിങ്ങൾ ഗ്രാമറിന് പഠിക്കാനുള്ള എല്ലാം പഠിച്ചിരിക്കുന്നു. സൂപ്പറായിട്ട് പഠിച്ചു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, നന്നായിട്ട് എഴുതുക. ഗ്രാമർ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. ഓക്കെ, ബൈ ബൈ. ദിസ് ആൻസർ സൈനിങ് ഓഫ്. നമുക്ക് കാണാം.